കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് പഠിക്കുന്ന ഒരു പരിചയം 1971 തൊട്ട് എനിക്കുണ്ട്. ആക്ച്വലി 1900 ഞാൻ അതിനൊക്കെ വളരെ മുൻപ് രക്ഷയുടെ അനുഭവത്തിൽ വന്നെങ്കിലും 1971 എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 71 ജെയിംസ് എച്ച് മെക് കോങ്കി എന്നും പറഞ്ഞ ഒരാളിന്റെ ത്രീ ഫോൾഡ് സീക്രട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന പുസ്തകം വായിച്ച് ആ സമയത്താണ് ഞാൻ ഒരു തീരുമാനത്തിലെത്തിയത്. ദൈവം വിളിച്ചാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുമെന്ന്. 71 അങ്ങനെ തീരുമാനം എടുത്തു. 84 ദൈവവിളി കൺഫേം ആയി. ഈ 14 വർഷം ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ 71 തൊട്ട് എന്റെ പ്രിപ്പറേഷന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യം, വേദപുസ്തകത്തിലെ ഓരോ പുസ്തകം എടുത്ത് അത് ആദ്യാന്തം പഠിക്കും. അത് കംപ്ലീറ്റ് എത്രയും ഡീറ്റെയിലിൽ പഠിക്കാൻ സാധിക്കും അത്രയും ഡീറ്റെയിലിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ബുക്ക്. അങ്ങനെ വേദപുസ്തകത്തിലെ ധാരാളം ബുക്സ് പഠിച്ചതില് ഗലാത്യ ലേഖനത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, മറ്റ് ചില ബുക്സ് യാതൊരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ വിഷയപ്രവേശനം ചെയ്യുന്നെങ്കിൽ ഗലാത്യ ലേഖനത്തിലെ അധ്യായം 1 കംപ്ലീറ്റ് വിഷയപ്രവേശനമാണ്. ഈവൻ അധ്യായം 2 കുറെ വാക്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവവചനത്തിൽ ആവർത്തനം വളരെയധികം ഉണ്ടെന്ന്. ഈവൻ ഒരു പുസ്തകത്തിന്റെ പേര് പോലും ആവർത്തന പുസ്തകമാണല്ലോ. കാരണം അതിനു മുൻപുള്ള 4 ബുക്സില് ഉള്ള കാര്യങ്ങളുടെ രത്ന ചുരുക്കം ആവർത്തിക്കുകയാണ് ആവർത്തനത്തില്. പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. അതിന് 2 കാരണമുണ്ട്. വേദപുസ്തകം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണ അറിവ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നൽകുന്നില്ല. ആ വിഷയത്തെക്കുറിച്ചുള്ള മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ വെളിച്ചം ലഭിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇന്നലെ ശനിയാഴ്ച ഞങ്ങളുടെ അസംബ്ലിയിലെ പ്രെയർ മീറ്റിംഗിൽ വായിച്ച ഒരു അധ്യായമാണ്. മത്തായി 26 ഒരു സ്ത്രീ, കുഷ്ഠരോഗി ആയ സൈമൺ, കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചു, എന്നാൽ അതായി പോയി പേര്. സൈമന്റെ വീട്ടിൽ വന്ന് കർത്താവിനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഇല്ല. അത് മറ്റ് 2 സുവിശേഷങ്ങളിലാണ് ഫുൾ ഡീറ്റെയിൽസ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേദപുസ്തകം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകമായിട്ട് ദൈവം എഴുതിയപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചും പൂർണ്ണ അറിവ് ഒരു ഭാഗത്തില്ല. അത് മറ്റുള്ളിടത്ത് ചെന്ന് കാണണം. അതിന് അതേ വിഷയം ആവർത്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ചേർക്കുകയും ചെയ്യുന്നു. ഗലാത്യ ലേഖനത്തില് രണ്ടാമത്തെ ഒരു പ്രത്യേകത നാം കാണുന്നു. ഒന്ന് ആവർത്തനം, രണ്ടാമത്തേത് ഇതുപോലെ ഒത്തിരി ആവർത്തനമുള്ള ഒരു പുസ്തകമാണ് യൂദായുടെ ലേഖനം. എല്ലാം കൂടെ ഒരധ്യായമാണ് ഉള്ളത്. എന്നാൽ അതിലുള്ള ആവർത്തനം നമ്മളെ സർപ്രൈസ് ചെയ്യും. ഗലാത്യ ലേഖനത്തിലുള്ള ഒന്നാമത്തെ പ്രത്യേകത ആവർത്തനം, അത് മറ്റു പല ബുക്സുമായിട്ട് കോമൺ ആണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ. ഒന്നാം അധ്യായം കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആണ്. അതെന്തുകൊണ്ട്? അതിന്റെ കാരണം ഗലാത്യയിലെ പ്രശ്നം വളരെ സങ്കീർണമായിരുന്നു. ഈ ദൈവജനത്തെ ഈ ശരിയായ കൃപയുടെ സുവിശേഷം മനസ്സിലാക്കി കൃപയുടെ മാർഗത്തിൽ നടന്ന ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിച്ചത് വളരെയധികം ആധികാരികത ഉള്ളവരും സമൂഹത്തിൽ വളരെയധികം പേരും പൊസിഷനുമുള്ള ആളുകളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പഠിപ്പിച്ചതിനെ തിരുത്തണമെങ്കിൽ പൗലോസിന്റെ സന്ദേശം എന്ത്, അല്ലെ പൗലോസിൽ കൂടെ ദൈവാത്മാവ് തന്ന സന്ദേശം എന്ത്, ആ സന്ദേശം മാനുഷ്യമോ ദൈവികമോ, ഈ പശ്ചാത്തലം എല്ലാം വളരെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അധ്യായം 1 നമ്മൾ 12 വാക്യങ്ങൾ കവർ ചെയ്തിട്ടും വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. രണ്ടാം അധ്യായം തുടങ്ങുന്നിടത്തും വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. കാരണം കേൾവിക്കാര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഈ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ വന്ന് പഠിപ്പിച്ച ദുരുപദേശം അവരുടെ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ള ആധികാരിക സന്ദേശമാണ്. ദൈവം എഴുന്നേൽപ്പിച്ച അപ്പോസ്തലന്മാരിൽ ഒന്ന് ആണ് പൗലോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആദ്യമേ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് വേണം വിഷയപ്രവേശം. അതാണ് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നത്. ഒന്നാം അധ്യായത്തിന്റെ 5-ാം സെക്ഷൻ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നാം അധ്യായം 6 സെക്ഷനാണ്.
അഞ്ചാമത്തെ സെക്ഷൻ 13 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളാണ്. 13 തൊട്ട് 20. അഞ്ചാമത്തെ സെക്ഷനിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ദൈവം തന്റെ സന്ദേശം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ധാരാളം അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചു. പൗലോസും അതിൽ ഒന്നായിരുന്നു. പഴയ നിയമത്തിൽ ദൈവം തന്റെ സന്ദേശം പ്രഖ്യാപിക്കുവാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചത് പ്രവാചകന്മാരെയായിരുന്നു. പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ ഉണ്ടായെങ്കിലും പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നിന്ന് ഇവരുടെ റോൾ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഒരു മിനിറ്റ്, ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. ശരിയായി. അപ്പം പഴയ നിയമത്തിലും പ്രവാചകന്മാരുണ്ടായിരുന്നു, പുതിയ നിയമത്തിലും പ്രവാചകന്മാരുണ്ടായിരുന്നു. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ആ റോളല്ല പുതിയ നിയമ പ്രവാചകൻ. ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി പോകണം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിക്കുക മാത്രമല്ല ചെയ്തത്, അവർ ദൈവശ്വാസീയ വെളിപ്പാട് ലിഖിത രൂപത്തിൽ ദൈവജനത്തിന് തരികയും ചെയ്തു. മോശ ഒരു പുരോഹിതനുമായിരുന്നു, പ്രവാചകനുമായിരുന്നു. മോശയിൽ കൂടെയാണ് ദൈവാത്മാവ് ബൈബിളിന്റെ ആദ്യത്തെ 5 പുസ്തകങ്ങളും ഇയ്യോബിന്റെ ഗ്രന്ഥവും നൽകിയത്. ശമൂവേൽ പ്രവാചകനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ പ്രവാചകന്മാരുടെ പുസ്തകം അത് വലിയൊരു നീണ്ട പട്ടികയാണ്. സോ പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ കൂടെ ദൈവവചനം നൽകുകയും അവയിൽ പലരിൽ കൂടെ ദൈവശ്വാസ്യമായ വെളിപ്പാട് ലിഖിത രൂപത്തിൽ നൽകുകയും ചെയ്തു. പുതിയ നിയമം അവിടെ അപ്പോസ്തലന്മാരില്ലായിരുന്നു. പുതിയ നിയമം വന്നപ്പോൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി ആളുകളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുകയും ലിഖിത രൂപത്തിലുള്ള ഭൂരിഭാഗം വെളിപ്പാട് ഈ അപ്പോസ്തലന്മാരിൽ കൂടെയാണ് നൽകിയത്. പ്രവാചകന്മാർ ഉണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരിൽ കൂടെ ലിഖിത രൂപത്തിൽ ദൈവവചനം വന്നതായിട്ട് നാം കാണുന്നില്ല. മത്തായി ഒരു അപ്പോസ്തലനായിരുന്നു, മർക്കോസും ലൂക്കോസും അപ്പോസ്തലന്മാരല്ലായിരുന്നു. യോഹന്നാന്, പിന്നെ അത് കഴിഞ്ഞ് റോമാലേഖനം തൊട്ട് അങ്ങ് ലാസ്റ്റ് ലേഖനം വരെ, അത് കഴിഞ്ഞ് വെളിപ്പാട്, ഇതെല്ലാം അപ്പോസ്തലന്മാരിൽ കൂടെയാണ് നൽകിയത്. അപ്പൊ ഈ 13 തൊട്ട് 20 വാക്യങ്ങളിൽ ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ യുഗങ്ങളുടെ കാര്യപരിപാടിക്കനുസരിച്ച് ഒരു നവീന യുഗം വന്നപ്പോൾ ഈ നവീന യുഗത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾ മാറി എന്ന് മാത്രമല്ല, ദൈവം തന്റെ വചനം തന്റെ ജനത്തിന് നൽകുന്ന വ്യക്തികളുടെ സ്ഥാനവും മാറി. പഴയ നിയമത്തിൽ മെജോറിറ്റി പ്രവാചകന്മാരായിരുന്നു, പുതിയ നിയമത്തിൽ മെജോറിറ്റി അപ്പോസ്തലന്മാരാണ്. അപ്പൊ ഈ വാക്യങ്ങളിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13 തൊട്ടുള്ള 20 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ദൈവം പുതിയ നിയമത്തിൽ തന്റെ വചനം ലിഖിത രൂപത്തിൽ നൽകുവാൻ വേണ്ടി, അതുപോലെ കൃപയുടെ സന്ദേശം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ചു. ആ അപ്പോസ്തലന്മാരിൽ ഒന്ന് പൗലോസ് ആയിരുന്നു. അതുകൊണ്ട് പൗലോസിൽ കൂടെ ദൈവാത്മാവ് കൃപയുടെ സന്ദേശം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, കൃപയുടെ സന്ദേശം ലിഖിത രൂപത്തിൽ നൽകി. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇൻട്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുവാണ്. 13ഉം 14ഉം വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 12 വരെ പഠിച്ചു. 13 തൊട്ട് 13ഉം 14 നാം വായിക്കുന്നത്, യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഈ പശ്ചാത്തലം പറയേണ്ട ആവശ്യം എന്ത്? അത് ഞാൻ ഓർപ്പിക്കട്ടെ. ഗലാത്യയിലെ ബേസിക് ഇഷ്യൂ എന്തായിരുന്നു? കൃപയോ ന്യായപ്രമാണമോ? ആൻഡ് കൃപയിൽ കൂടെ രക്ഷ പ്രാപിച്ചവരെ ന്യായപ്രമാണം അനുസരിക്കണോ, പ്രത്യേകിച്ച് പരിച്ഛേദന ഏൽക്കണോ? അപ്പൊ ഈ വിഷയം വ്യക്തമാക്കാൻ വേണ്ടി, ഈ വിഷയം ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കൊലപാതകനെയാണ് ദൈവം പിടിച്ചത്. ആ കൊലപാതകൻ, കൃപയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്നവർ ദൈവവചനത്തിന് എതിരെയാണ് എന്ന് ചിന്തിച്ച് ഈ കൃപയുടെ സന്ദേശത്തെ പ്രഖ്യാപിക്കുന്നവരെയും കൃപയുടെ സന്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്നവരെയും പിടിച്ച് കൊല്ലുകയായിരുന്നു. പ്രത്യേകിച്ച് പ്രഖ്യാപിക്കുന്നവരെ. സ്തേഫാനോസിന്റെ കൊലപാതകത്തിൽ പൗലോസ്
സമ്മതമായിരുന്നെന്ന് വിശുദ്ധ തിരുവെഴുത്ത് എടുത്തു പറയുന്നത്, നമ്മെ ഓർപ്പിക്കുന്നത് പൗലോസിന് അതിൽ വലിയൊരു പങ്ക് ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. അതാണ് യഹൂദ മതത്തിലെ എന്റെ മുൻപത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് ഞാൻ എങ്ങനെ ഇന്നുള്ള ഈ സിറ്റുവേഷൻ, അവസ്ഥയിൽ ആയി മാറി എന്ന് ഓർപ്പിക്കുകയാണ്. ആ കൊലപാതകൻ ദൈവം തന്നെ ദമസ്കസ് റോഡിൽ വെച്ച് പിടിച്ചപ്പോൾ സത്യദൈവത്തെയും മനസ്സിലായി, ആൻഡ് കൃപയുടെ സന്ദേശവും മനസ്സിലായി. താൻ ഒരു കംപ്ലീറ്റ്ലി വ്യത്യസ്ത വ്യക്തിയായി മാറി. ദൈവവചന അത് ഓർപ്പിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഇത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇതൊരു പുതിയ യുഗമാണെന്നും പഴയ നിയമത്തിൽ ന്യായപ്രമാണം നൽകിയ അതേ ദൈവമാണ് ഈ പുതിയ യുഗം തുടങ്ങിയതെന്നും രണ്ടും തമ്മിൽ ചില അന്തരങ്ങളുണ്ട്. രക്ഷ എല്ലാ യുഗത്തിലും വിശ്വാസത്തിൽ കൂടെ മാത്രമാണ്. അത് റോമാലേഖനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിച്ചു, നാമും വിശ്വാസത്താൽ ആ നീതീകരിക്കുക. രക്ഷ എല്ലാ യുഗത്തിലും ഒന്നാണ്. എന്നാലും ഈ കൃപയുടെ യുഗം, ഇത് ആ ന്യായപ്രമാണ യുഗം അല്ലെന്ന് ദൈവാത്മാവ് പൗലോസിന് മനസ്സിലാക്കി കൊടുത്തു. അത് ഒരു പ്രത്യേക രീതിയിലാണ് മനസ്സിലാക്കി കൊടുത്തത്. അക്കാര്യം ഇവിടെ താൻ ഓർപ്പിക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. പുതിയ നിയമ വിശ്വാസികൾ കൃപയുടെ സന്ദേശം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം കൃപയുടെ സന്ദേശവും അതിൻ്റെ കൂടെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ദൈവശാസ്ത്രം കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ കൃപയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്ന ആളുകളോട് വളരെയധികം ഹിംസ കാണിക്കും. ഇത് ദൈവജനം ശരിയായിട്ടൊന്നും മനസ്സിലാക്കേണ്ട വിഷയമാണ്. കാരണം ഇങ്ങനെയുള്ള ഹിംസ നമ്മുടെ ഇടയ്ക്ക് വേർപാട് സമൂഹത്തിൽ വളരെയധികമുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ അത് ഓർപ്പിക്കട്ടെ. കൃപായുഗത്തിൽ കൃപയുടെ മാത്രം സന്ദേശം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ന്യായപ്രമാണം ഇല്ല. എന്നാൽ കൃപയുടെ മാത്രം സന്ദേശം പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മുടെ സന്ദേശം പൂർണ്ണമായിട്ടും ബൈബിളിൽ അധിഷ്ഠിതമായിരിക്കണം. ബൈബിളിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ, അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷത്തിന്റെ കൂടെ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ കൂട്ടിച്ചേർക്കലിന്റെ കാരണം കൊണ്ട് നാം കൃപയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്ന ആളുകളോട് വളരെയധികം ഹിംസ നിറഞ്ഞ് പ്രവർത്തിക്കും. ശൗലിന് പറ്റിയത് അതായിരുന്നു. ശൗല് രക്ഷിക്കപ്പെട്ടേയില്ലായിരുന്നു. തന്റെ വിശ്വാസം പൂർണ്ണമായിട്ടും മോശയുടെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതിന്റെ കാരണം കൊണ്ട് കൃപയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്ന ആളുകളോട് താൻ കാണിച്ച ഹിംസ കൊലപാതകത്തിന്റെ ലെവൽ വരെ എത്തി. എന്ന് മാത്രമല്ല, ഔദ്യോഗിക സപ്പോർട്ടോടെയാണ് താൻ ഈ കൊലപാതകം നടത്തിയത്. എന്നാൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞും ഒരു വ്യക്തിയുടെ ദൈവശാസ്ത്രം അത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ കൂടെ താൻ ന്യായപ്രമാണം കൂട്ടിച്ചേർക്കുകയോ അല്ലെ ഹിന്ദു മതം, ഇസ്ലാം, യാക്കോബായ ദൈവശാസ്ത്രം, കത്തോലിക്ക ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും കൾട്ടിന്റെ ദൈവശാസ്ത്രം കൂട്ടിച്ചേർത്താൽ താൻ കൃപയുടെ സന്ദേശം വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുന്ന ദൈവജനത്തോടെ ഹിംസ കാണിക്കും. ഇത് കഴിഞ്ഞ 125 വർഷം വേർപാട് സമൂഹത്തിൽ കാണപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്നാണല്ലോ വേർപാടുകാരെല്ലാവരും വന്നത്. മോസ്റ്റ്ലി യാക്കോബ മാർത്തോമ എന്നാണ് ആദ്യ തലമുറ വന്ന് ആദ്യ തലമുറയ്ക്ക് ഉള്ളിൽ തന്നെ അവർ ദൈവവചനം എന്ത്, അടിസ്ഥാന ഉപദേശം എന്ത് എന്ന് മനസ്സിലാക്കി. ചില സായിപ്പുമാരും അക്കാര്യത്തിൽ വളരെയധികം സഹായിച്ചു. അങ്ങനെ ആദ്യ തലമുറയിൽ തന്നെ അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വേർപാടുകാരെ അതിനെ പ്രഖ്യാപിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്ത തലമുറ തൊട്ട് മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ആളുകളിൽ ചിലർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ഒരു 90% ആളുകൾ ഇത് കൃപയുടെ സന്ദേശമാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് അവരുടെ ടീച്ചിങ്സ് എല്ലാം വിട്ടു. എന്നാൽ ഒരു 2ാം തലമുറ തൊട്ട് മറ്റു പശ്ചാത്തലങ്ങളിൽ നിന്ന് വേർപാടിൽ വന്ന പലര് ആ പശ്ചാത്തലത്തിലെ ദൈവശാസ്ത്രത്തെ വിട്ടില്ല. നേരെ മറിച്ച് അതും കൃപയുടെ സന്ദേശത്തെ കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കാൻ
ശ്രമിച്ചു. അതിന്റെ പരിണിത ഫലം വേർപാട് സഭകളിൽ വളരെയധികം കാണപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു നല്ല ശതമാനം സഹോദരന്മാര് ഹിന്ദു ദൈവശാസ്ത്രത്തെ ബൈബിളുമായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇന്നും ശ്രമിക്കുന്നുണ്ട്. കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പല സഹോദര സഹോദരിമാർ ഇന്നും കത്തോലിക്ക അച്ഛന്മാരോട് പ്രത്യേക രീതിയിലുള്ള ബഹുമാനം വേർപാടുകാര് കാണിക്കണം എന്നുള്ള നിലപാടാണ് എടുക്കുന്നത്. യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പലര്, യാക്കോബയിൽ തന്നെ 2 സ്ട്രീം ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതില് ഒരു ഗ്രൂപ്പ് നെസ്റ്റോറിയൻസ് ആണ്. നെസ്റ്റോറിയൻസ് ത്രിയേകത്വത്തെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവര് വേർപാടിൽ നിന്ന് ത്രിത്വത്തെ നിഷേധിക്കുന്നുണ്ട്. മാർത്തോമയിൽ നിന്ന് വന്നിട്ടുള്ള പലർ അവിടുന്നുള്ള വിശ്വാസങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കൃപായുഗം തുടങ്ങിയപ്പോഴേ ഉള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് വന്ന പലർ ത്രിത്വത്തെ നിഷേധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസിലുള്ള പലര് അടിസ്ഥാന ഉപദേശങ്ങളെ തള്ളി പറയുന്നത് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സത്യ സുവിശേഷവും ശരിയായ ഉപദേശം അറിയാവുന്ന ദൈവജനത്തിന്റെ മധ്യേ മറ്റ് രീതിയിലുള്ള ഉപദേശങ്ങൾ കൂട്ടിക്കലർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ എന്നും ഹിംസയാണ് അവലംബിച്ചിട്ടുള്ളത്. അവര് പറയുന്നത് തെറ്റ് എന്ന് പറയുന്ന ആളുകളോട് ഹിംസ കാണിക്കുക. ഇതിന്റെ കാരണം കൊണ്ട് ഇന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ ഈ ഡിനോമിനേഷണൽ ചർച്ചസുകാര് എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ അവരങ്ങ് പ്രഖ്യാപിക്കുക വേർപാട് പെന്തിക്കോസ്തുകാരുടെ കാരണം കൊണ്ട് ഈ പ്രശ്നം. അതുപോലെ ഈ കേരളത്തിലുള്ള ഈ ദുരുപദേശ സംഘങ്ങൾ, അവർക്ക് വേർപാടുകാരോട് വലിയ അലർജിയാണ്. കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ബ്രദർ പറഞ്ഞു, കേരളത്തില് യഹോവ സാക്ഷിക്കാര് വേർപാടുകാരുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറി നമുക്ക് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്വാധീനം സൃഷ്ടിച്ച് എടുത്തു കഴിഞ്ഞു. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ത്രിത്വത്തെ നിഷേധിക്കുന്നത് ഇപ്പം പലയിടത്തും നാം കാണുന്നുണ്ട്. അത് യഹോവ സാക്ഷികളുടെ ഉപദേശത്തിന്റെ ഒരു സ്വാധീനമാണ്. ആൻഡ് ഇങ്ങനെ ഈ കൃപയുടെ സുവിശേഷത്തിന്റെ കൂടെ അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഉപദേശം കൊണ്ടുവരുന്ന ആളുകൾ ദൈവജനത്തോട് വളരെ ഹിംസയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ആവശ്യത്തിൽ അധികം അടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെയും ബ്രെയിൻ വാഷ് ചെയ്യും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്, 2 കൊരിന്ത്യർ 6:14, നിങ്ങൾ അവിശ്വാസികളോട് എണയല്ല പിണ കൂടരുത്. ഇത് സാധാരണ നമ്മൾ വിശ്വാസവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. എന്നാൽ ഈ വാക്യം വായിച്ചാൽ ഇതിന് അതിൽ കൂടെ അധികം വ്യാപ്തി ഉണ്ടെന്നുള്ളത് വ്യക്തമാകും. അതിന്റെ കാരണം അടുത്ത വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യാപ്തി ഇതിനേക്കാൾ അധികമാണ്. ആദ്യത്തെ വാചകത്തെക്കാൾ കൂടുതൽ വ്യാപ്തിയാണ് രണ്ടാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ഇവിടാണ് ഈ 2ാമത്തെ പോർഷനാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സത്യസുവിശേഷം മനസ്സിലാക്കി വേർപെട്ട ജീവിതം നയിക്കുന്ന വെളിച്ചത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. എന്നാൽ നമ്മുടെ ഇടയ്ക്ക് കയ്യാലയിലിരിക്കുന്ന തേങ്ങ പോലെ വിട്ടിട്ട് പോയതും ശരി, ഇതും ശരി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഉൾപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശ്വാസികളുടെ മധ്യേ ആവശ്യമില്ലാത്ത ഹിംസ സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്നു. പൗലോസ് വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് താൻ വിശ്വാസികളോട് എത്രയോ ഹിംസ കാണിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അത് ദൈവവചനത്തിൽ ചിലടത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8:3 അത് പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഹിംസ എന്ന് പറയുമ്പോൾ അത് അത് ഏത് രീതിയിലൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് ഒന്ന് റിവ്യൂ ചെയ്യുന്നത് എല്ലാ രീതിയിലും നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി 8:3 നാം വായിക്കുന്നത്, എന്നാൽ ശൗൽ വീടുതോറും ചെന്ന്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട്
സഭയെ മുടിച്ചു പോന്നു. ഇത് വിശുദ്ധ തിരുവെഴുത്താണ് പറയുന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ വീട് തോറും പോയി പബ്ലിക്കിൽ പ്രസംഗിക്കുന്നവരെ മാത്രമല്ല, വീട് തോറും പോയി ആളുകളെ പിടിക്കുകയാണ്. അത്ര അഗ്രസീവ് ആയിരുന്നു. 1:13 നമ്മൾ വായിച്ചല്ലോ, എത്ര എരിവോടെയാണ് ശൗൽ പ്രവർത്തിച്ചതെന്നുള്ളത്. ഇത് അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 9:1-2 അപ്പോസ്തല പ്രവൃത്തി 9:1-2 നമ്മൾ വായിക്കുന്നത്, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക്, യഹൂദന്മാരുടെ പള്ളികളാണ്, അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. സോ പൗലോസിന്റെ വയലൻസ് എത്ര അധികമായിരുന്നെന്നുള്ളതിന്റെ ഞാൻ 1-2 സെലക്ഷൻസേ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 22-3-4 വാക്യങ്ങളിൽ കുറച്ചുകൂടെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് എക്സ്ട്രാ അറിവ് കിട്ടുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നതുപോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. കൃപയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെ പോലെ തന്നെ എരിവായിരുന്നു ശൗല് ന്യായപ്രമാണത്തിന്റെ ഉപദേശം പ്രഖ്യാപിച്ചപ്പോൾ. ആ എരിവിന്റെ കാരണം കൊണ്ട് ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. ഒരു വിശ്വാസത്തിന്റെ ഒരു ഡിഫറൻസേ ഉള്ളായിരുന്നു. എന്നാൽ അത് കൊലപാതകത്തിൽ എന്തുകൊണ്ട് എത്തിച്ചേർന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ക്രിസ്തീയ വിശ്വാസികളുമായിട്ട് കൂട്ടായ്മ ഉള്ള പല രീതിയിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ക്രിസ്തീയ വിശ്വാസികളുടെ കൃപയുടെ സന്ദേശവും കൃപയിൽ അധിഷ്ഠിത ജീവിതവും കാണുമ്പോൾ അവരുടെ മനസ്സിൽ ആ കൊലപാതകത്തിന്റെ മനോഭാവം ഉയരും. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും, ജോൺസൺ ബ്രദർ അടുത്ത ഇടയ്ക്കൊന്നും കൊലപാതകം നടക്കുന്ന കണ്ടിട്ടില്ല. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുക മാത്രമല്ല, കൊലപാതകം പല രീതിയിലുണ്ട്. ആത്മീക കൊലപാതകമുണ്ട്, സാമൂഹിക കൊലപാതകമുണ്ട്, അതുപോലെ തന്നെ ജഡസംബന്ധമായ കൊലപാതകമുണ്ട്. അതുകൊണ്ട് കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തെ വെട്ടിക്കൊന്നു എന്ന് മാത്രം ചിന്തിക്കരുത്. ബൈബിളിൽ ആത്മീക കൊലപാതകവും സാമൂഹിക കൊലപാതകത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഫൈനലി അത് മരണത്തിൽ തന്നെ ചെന്ന് എത്തി. ഏറ്റവും നല്ല ഉദാഹരണമാണ് സീനൈ മലയിൽ മോശെ കുറച്ചു ദിവസം കാണാതെ വന്നപ്പോൾ സമ്മിശ്രിത ജനം അവർക്ക് വേണ്ടി ഒരു ദൈവത്തെ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. മോശയുടെ ജ്യേഷ്ഠ സഹോദരനെ അഹരോൻ പേടിച്ചുപോയി. ഈ സമ്മിശ്രിത ജനം, കയ്യാലയിലിരിക്കുന്ന തേങ്ങ, ആ ഉപദേശവും ഈ ഉപദേശം കൂടെ വിശ്വസിക്കുന്നവർ ഹിംസ തുടങ്ങിക്കഴിഞ്ഞാൽ അഹരോനെ പോലുള്ള ഒരാള് ദൈവവുമായിട്ട് മുഖാമുഖമായിട്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള അഹരോൻ പേടിച്ചുപോയി. ദൈവത്തോട് ചോദിക്കാം, ദൈവം അങ്ങനല്ലോ പറഞ്ഞ്, ഇതൊന്നും ഒരു വാചകം പറയുന്നതിന് പകരം അഹരോൻ അവർക്ക് ഒരു പ്രതിമ ഉണ്ടാക്കി കൊടുത്തു. അത് പറയുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിക്കട്ടെ, ആരായിരുന്നു ഈ സമ്മിശ്രിത ജനം? മിസ്രൈമ്യരെ വിവാഹം ചെയ്ത യഹൂദന്മാർ, അങ്ങനെ അല്ലെങ്കിൽ യഹൂദന്മാരെ വിവാഹം ചെയ്ത മിസ്രൈമ്യർ. ഈ മിശ്രിത വിവാഹങ്ങളുടെ കാരണം കൊണ്ട് അവരുടെ കുടുംബത്തിലെ ദൈവശാസ്ത്രവും മിശ്രിത ദൈവശാസ്ത്രമായിരുന്നു. ദൈവശാസ്ത്രം മിശ്രിത ദൈവശാസ്ത്രം ആകുമ്പോൾ എന്നും ദൈവവചനത്തിന് വിരോധമായ ഉപദേശമാണ് ഭരിക്കുന്നത്, അല്ലെ അവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. പരിണിതഫലം എന്തായിരുന്നു? ഇത് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന യഹോവയാണെന്നും പറഞ്ഞാണ് ആരാധിച്ചത്. ആക്ച്വലി കാളക്കുട്ടി മിസ്രൈമിലെ ഒരു വിഗ്രഹമായിരുന്നു. മിസ്രൈമിലെ അപ്പിസ് എന്ന് പറഞ്ഞ ദേവന. അപ്പം മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടെന്ന് മിസ്രൈമിലെ അപ്പിസ് എന്ന് പറഞ്ഞ ദേവനാണെന്നാണ് അവര് പ്രഖ്യാപിച്ചത്. എന്താ അവർ ചെയ്തത്? ദൈവജനത്തെ ആത്മീകമായിട്ട് അവരെ കൊന്നു, സാമൂഹ്യമായിട്ട് കൊന്നു. കാരണം അവിടെ വലിയ നൃത്തമായിരുന്നു. ഈ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദോസ്തം ഒരു വാചകം കൊണ്ട് വിട്ടുപോയത് കൊണ്ട് അത് വിഷയം വ്യക്തമാകത്തില്ല. എന്നാൽ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിജാതീയര് വിഗ്രഹങ്ങളുടെ മുൻപിൽ നൃത്തം ചെയ്യുന്നത് മദ്യപിച്ചിട്ടും
മദ്യപാനം ചെയ്ത്, അതുപോലെ ഈ ഈ പല രീതിയിലുള്ള ചെടികളിൽ നിന്നുള്ള മയക്കുമരുന്നുകൾ സേവിച്ച്, അത് കഴിഞ്ഞ് ഡാൻസ് ചെയ്ത് ലൈംഗിക കാര്യത്തിൽ അരാജകത്വത്തോടെ ഇടപെടുകയാണ് നൃത്തം എന്ന് ദൈവവചനം പറയുന്നത്. അത് ഒന്നിലധികം അവസരങ്ങളിൽ ദൈവജനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതോടെ ആത്മീക ജീവിതവും കൊന്നുകളഞ്ഞ് അവരുടെ സാമൂഹിക ജീവിതം, വിശുദ്ധി പാലിക്കേണ്ട സാമൂഹിക ജീവിതത്തെയും സംഹരിച്ചു കളഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ മുടിച്ചു എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസത്തെ എതിർക്കുന്നവരും പുറത്തുനിന്ന് എതിർക്കുന്നവരും ഉള്ളിൽ വന്നു കഴിഞ്ഞ് പുറത്തുള്ള വിശ്വാസത്തെ വിട്ടിട്ടില്ലാത്ത ആളുകൾ എന്നും വിശ്വാസികളെ സംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലുക മാത്രമല്ല, അവരുടെ ആത്മീക ജീവിതത്തെ സംഹരിക്കുക, അവരുടെ സാമൂഹിക ജീവിതത്തെ സംഹരിക്കുക. അതാണ് അവിടെ നടന്നത്. ഇത് തന്നെയാണ് ഉൽപ്പത്തി 6-ാം അധ്യായത്തില് ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും വിവാഹം ചെയ്തപ്പോൾ നടന്നത്. അതുകൊണ്ട് ഇതൊന്നും പുതിയ കാര്യമല്ല. ഇതൊന്നും കേൾക്കുമ്പം അതിശയം തോന്നാൻ പാടില്ല. അതിശയം തോന്നുവാണെങ്കിൽ അത് വലിയൊരു അതിശയമാണ്. വേദോസ്തവം പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്ന്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ പഴയ നിയമത്തിലെ ഈ കാളക്കുട്ടിയെക്കുറിച്ച് ഒരു കാര്യം പറയേണ്ടത് ആവശ്യമാണ്. നിങ്ങളില് ഇവിടെയുള്ള സീനിയേഴ്സ് ചിലരെങ്കിലും ഉരുളി വാർക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഉരുളി വാർക്കാൻ വേണ്ടി ആദ്യമേ ഉരുളിയുടെ ഷേപ്പ് വാക്സ് എടുത്തിട്ട് ഉരുളിയുടെ ഷേപ്പ് ഉണ്ടാക്കും. ആ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതില് ഒരു പ്രത്യേക രീതിയിലുള്ള നല്ല പശപ്പുള്ള മണ്ണ് അതിന്റെ മേളില് നല്ല കട്ടിയില് ഒട്ടിക്കും. അകവും പുറവും മുഴുവൻ കവർ ചെയ്യും. അത് കഴിഞ്ഞ് ഉള്ളില് സെന്ററില് ഒരു കിഴുത്തയിടും. ആ ഉരുളി കമത്തി മണ്ണിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടിട്ട് അതിന്റെ പുറത്ത് ഇതുപോലെ തന്നെ ഒരു കിഴുത്ത കിഴിക്കും. എന്നിട്ട് അതിന്റെ താഴെ തീ കത്തിക്കും. തീ കത്തിക്കുമ്പം ആ വാക്സ് മുഴുവൻ ഉരുകി പുറത്തു പോരും. ആ വാക്സ് അങ്ങ് കളക്ട് ചെയ്യും. അതോടെ ആ മണ്ണിന്റെ, അവരുണ്ടാക്കിയത് ആ മണ്ണിന്റെ ആ സ്ട്രക്ചർ മാത്രം ബാക്കി വരും. അതിൽ അകം അങ്ങ് അടയ്ക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞ് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഉരുക്കിയ അഷ്ടധാതു അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഓട് അത് ഒഴിക്കും. അങ്ങനാണ് ഉരുളി വാർക്കുന്നത്. ഇവിടെ ഈ അഹരോൻ വിഗ്രഹം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി അതേ രീതിയിലാണ്. കൊത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആദ്യമേ പ്രതിമ വാർത്തു, വാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം കൊണ്ട്. അത് കഴിഞ്ഞ് അച്ചുണ്ടാക്കി. അത് കഴിഞ്ഞ് അതില് സ്വർണം ഉരുക്കി ഒഴിച്ചു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കൊത്തി അത് ശരിയാക്കി. എന്നിട്ടാണ് ദൈവജനത്തിന്റെ മുൻപിൽ പ്രതിഷ്ഠിച്ചത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് എന്തുകൊണ്ട് പറഞ്ഞു? അതിന് കാരണമാണ്. ഈ കാളക്കുട്ടി എന്ന് പറഞ്ഞാല് മോശയോട് അഹരോൻ പറഞ്ഞ് ഞാൻ സ്വർണം അഗ്നിയിലിട്ടു, അതിൽ നിന്ന് ഈ കാളക്കുട്ടി ഇങ്ങി ചാടി വന്നെന്നാണ്. എന്നാൽ അങ്ങനല്ല. ന്യായമായ ഒരു സമയം വേണം ഒരു വിഗ്രഹം നിർമ്മിക്കാനും വാർത്തെടുക്കാനും. എന്റെ കണക്ക് ഒരു റഫ്ലി എനിക്ക് തോന്നുന്നത് ഒരു നല്ല സൈസ് കാളക്കുട്ടിയെ ഉണ്ടാക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒരാഴ്ച എടുത്തു കാണും. അപ്പൊ ഈ ഒരാഴ്ച ഈ നിർമ്മാണം നടക്കുമ്പോൾ ഇത് യഹോവയായ ദൈവമല്ലെന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. കാരണം സമ്മിശ്രിത ജനം കൊലയാളി മനോഭാവത്തോടെ ദൈവജനത്തെ നിയന്ത്രിക്കുവാരുന്നത് അന്ന് മഹാപുരോഹിതനായ ആയിത്തീർന്ന അഹരോനെ വരെ നിയന്ത്രിച്ചു. അഹരോൻ പേടിച്ചു. ഈ സ്റ്റോറി ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ ഒരു കാരണമുണ്ട്. സമ്മിശ്രിത ജനം എന്നും സത്യവിശ്വാസികളെ പ്രഹരിക്കും, സംഹരിക്കും. അത് കഴിഞ്ഞ 2000 വർഷമായിട്ട് നാം കാണുന്ന കാര്യമാണ്. വേർപാട് സമൂഹത്തിലും ഒരു 2ാം തലമുറ തൊട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. സത്യവിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു നല്ല ശതമാനം ആളുകളെ വളരെ ഹിംസയോടെ ദൈവജനം കൈകാര്യം ചെയ്തു. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, നമ്മൾ ഇന്ന് വിശ്വാസത്തിന്റെ വേർപാട് സമൂഹത്തിൽ അടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ കംഫർട്ട് സോണിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കംഫർട്ട് സോൺ വലിയൊരു കാര്യമാണ്. അത് വിട്ടുമാറാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് എല്ലാം ചെയ്യണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. കംഫർട്ട് സോണിനുള്ള മലയാളം
സുഖമണ്ഡലം അല്ലെങ്കിൽ സുഖതലം. സുഖതലം അല്ലെ സുഖമണ്ഡലം വിടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. വേർപാടുകാരുടെ ഇടയ്ക്ക് സമൃദ്ധി വർദ്ധിക്കും തോറും വേർപാട് നമുക്കൊരു അസൗകര്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഗ്രാജ്വലി സുഖമണ്ഡലത്തിലോട്ട് മാറുകയാണ്. നമ്മുടെ വിവാഹങ്ങളിൽ ഇത് കാണപ്പെട്ടു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് വേർപാടുകാരുടെ വിവാഹങ്ങൾ ധാരാളം വേർപാടുകാരല്ലാത്തവരും ക്രിസ്ത്യാനികളല്ലാത്തവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേർപാടുകാരുടെ വിവാഹങ്ങൾ പരിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം, ഇന്ന് മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇനി ഒരിക്കലും വാ തുറന്ന് സംസാരിക്കരുത്, സംസാരിച്ചാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കണ്ടേ എന്ന് പ്രാസംഗ്യമാര് വ്യക്തമായിട്ട് പറയുമായിരുന്നു. ഇന്ന് വേർപാട് വിശ്വാസികൾക്ക് അത് കേൾക്കുന്നത് തന്നെ ഒരു വിഷമമാണ്. ചുറ്റിനിരിക്കുന്ന അവിശ്വാസികൾ എന്ത് ചിന്തിക്കും? ഇവരുടെ ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമാണോ എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് പല സഹോദരന്മാര് സുഖമണ്ഡലം വിടാൻ ആഗ്രഹിക്കാത്തവർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതിനെ മോഡിഫൈ ചെയ്തു. ഇനിയും ആരും സംസാരിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഒരു മെഴുക്കുരട്ടി പരുവത്തിന് ഒരു ഐ വാഷ് പറഞ്ഞ് വിവാഹങ്ങളിൽ പ്രാസംഗികന്മാർ മുന്നോട്ട് പോകുന്നു. ദൈവജനത്തിന് അത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു, എന്തിനാ ഈ പുൾപിറ്റിൽ നിന്ന് ദൈവം നിങ്ങളെ ശിക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന അതിന്റെ ആവശ്യകത എന്ത്? അങ്ങനെ ചോദിച്ച് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയേണ്ട ആവശ്യം എന്ത് എന്ന് വരെ ആളുകൾ ചോദിക്കാറുണ്ട്. ബൈബിൾ മാത്രമേ പരിശുദ്ധാത്മ നിശ്വാസിയ അല്ലെ നിശ്വസ്ത വെളിപ്പാടുള്ള അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ബൈബിൾ ദൈവവചനമാണെന്ന് പറഞ്ഞാൽ മതി, മറ്റാരെങ്കിലും എന്തെങ്കിലും വിശ്വസിക്കട്ടെ. ഇതിന്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സമൂഹത്തിലും ധാരാളം കയ്യാലയിലിരിക്കുന്ന തേങ്ങയുണ്ട്. അവരെ ആദ്യമേ വളരെ സോഫ്റ്റ് ആയിട്ടും പിന്നെ വളരെ ഹിംസയോടെ ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കും. ആ ഹിംസയുടെ കാരണം കൊണ്ടാണ് അഹരോൻ പേടിച്ചു പോയത്. ആ ഹിംസയുടെ കാരണം കൊണ്ടാണ് ഇന്ന് നമ്മളും പല കാര്യം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ പുൾപിറ്റിൽ വളരെയധികം ശോഭിക്കുന്ന പലര് എന്നെയും സുവിശേഷൻ സനീഷ് ചെറിയാനെയും വിളിക്കാറുണ്ട്. ബ്രദറെ, നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനൊരു തെറ്റായ ഒരു കാര്യം നടക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് എഴുതണം. അപ്പം ബ്രദർ ഇങ്ങനെ എഴുതി തന്നേരും, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരുടെ ഉടനെയുള്ള സ്റ്റേറ്റ്മെന്റ്, എന്റെ സാഹചര്യമൊക്കെ ബ്രദറിന് അറിയാമല്ലോ. പറഞ്ഞതിനർത്ഥം ഞാൻ വാ വിളിച്ചാൽ ഈ ഹിംസ നിറഞ്ഞ ആളുകൾ എന്റെ പുൾപിറ്റ് എടുത്തു മാറ്റും. പുൾപിറ്റ് എടുത്തു മാറ്റുന്നതോടെ എന്റെ ആദായം പോകും. എന്റെ ആദായം പോയാൽ ഞാൻ ഇന്ന് ഏത് സുഖലോലുപതയോടെയാണ് ജീവിക്കുന്നത്, ആ സുഖമണ്ഡലത്തിൽ നിന്ന് മാറേണ്ടി വരും, ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. ഇത് വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലമാണ്. ആൻഡ് ഇത് ഇനിയും വർദ്ധിക്കത്തേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 26:9-11 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 26:9-11 ശൗലിന്റെ ജീവിതത്തെക്കുറിച്ച് അടുത്ത ഇൻഫർമേഷൻ. അപ്പോസ്തല പ്രവൃത്തി 26:9-11 നാം വായിക്കുന്നത്, നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്ത് പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇവിടെ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ്മെന്റ്, മറ്റ് എങ്ങും കാണാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും. അപ്പം വിശ്വാസികളെ അവരുടെ വിശ്വാസം ത്യജിക്കാൻ മാത്രമല്ല, ഈ ദൈവവിരോധികൾ, സഭയുടെ പുറത്തും സഭയുടെ അകത്തുമുള്ള ദൈവവിരോധികൾ വിശ്വാസികളെ കൊണ്ട് ദൂഷണം പറവാൻ തന്നെ നിർബന്ധിക്കുകയും അവരെ ദണ്ഡിപ്പിച്ച് അവരെ കൊണ്ട് ദൂഷണം
പറയിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡയറീസിൽ നോട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ ഞാൻ പറയട്ടെ. അത് നമ്മൾ വായിക്കുന്നില്ല, ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്താൽ പ്രയോജനമായിരിക്കും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ബ്രദർ ജോൺസൺ ഈ വാക്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇട്ടു പോകുന്നുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. അതിന്റെ കൂടെ 1 തിമോത്തിയോസ് 1:13, 1 തിമോത്തിയോസ് 1:13 അവിടെ പ്രത്യേകം പറയുന്നത്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവവും നിഷ്ഠൂരനുമായിരുന്നു. വിശ്വാസത്തിന്റെ പുറത്ത് നിൽക്കുകയോ വിശ്വാസികളുടെ മധ്യേ വന്ന് ഒരു സമ്മിശ്രിത ജനമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ ദൂഷകന്മാരും ഉപദ്രവികളും നിഷ്ഠൂരരുമായിരിക്കും എന്ന് ദൈവജനം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 15:9, 1 കൊരിന്ത്യർ 15:9. അതിന്റെ കാരണം കൊണ്ട് പൗലോസ് ഓർപ്പിക്കുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. ആ കൺഫെഷനാണ് ഇന്ന് ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത്രയും നിഷ്ഠൂരനും കൊലപാതകനായിട്ടും കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നു. മലയാളം ട്രാൻസ്ലേഷനിലെ ആ വാചകം ഇല്ലെന്നാ തോന്നുന്നത്. ഇംഗ്ലീഷിലുണ്ട്. കർത്താവ് പൗലോസിനോട് അല്ലെ ശൗലിനോട് സംസാരിച്ചപ്പം, ലോർഡ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, അത് തന്നെ ചെയ്തു. ആൻഡ് അങ്ങനെ നാം ആരാണെങ്കിലും ദൈവത്തെ സെർവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കൊലപാതകനെ ഏറ്റവും വലിയ അപ്പോസ്തലനാക്കി തീർത്ത ആ ദൈവം നമ്മെ എല്ലാവരെയും ഉപയോഗിക്കാൻ വേണ്ടി റെഡിയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.